ആ നീയാ ബാ. ഞാൻ ഈ കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങോട്ട് വരാൻ നോക്കുക. പിന്നെ ഇവിടുത്തെ ആളും പേരും ഒക്കെ ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വരാതിരുന്നത്. നിൻ്റെ മരുമോളെ ഞാൻ കണ്ടില്ലല്ലോ. അല്ല, നിൻ്റെ മുഖത്ത് എന്തോ ഒരു സന്തോഷമില്ലാത്തത്? ഓ, സന്തോഷമുള്ള കാര്യമാണല്ലോ എൻ്റെ മോൻ ചെയ്തു വച്ചിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പം സന്തോഷമാണ്. എനിക്കും അങ്ങനെയാണോ? എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു എൻ്റെ മോനെ പറ്റിയുള്ള. അവൻ്റെ കല്യാണവും ഒക്കെ നടത്തണമെന്നൊക്കെ. അവനെല്ലാം ഒറ്റ നിമിഷം കൊണ്ടെല്ലാം കളഞ്ഞില്ലേ. ഇപ്പോൾ എൻ്റെ ബന്ധുക്കാരുടെയും സ്വന്തക്കാരുടെയും ആരുടെയും മുഖത്ത് നോക്കാൻ പറ്റാത്തൊരവസ്ഥയെ. ഇനി അവരുടെ മുഖത്തൊക്കെ ഞാൻ എങ്ങനെ നോക്കും? ഞാനിനി എനിക്ക് 2 കണ്ണുണ്ടല്ലോ, അത് വെച്ച് അങ്ങ് നോക്കണം എല്ലാവരെ. ഈ ചേടാ ഇവിടെ പറച്ചിൽ കേട്ടാൽ തോന്നുന്നു ലോകത്ത് ആദ്യത്തെ സംഭവമാണ് നിൻ്റെ മോൻ ചെയ്തത്. എടി, ഇതൊക്കെ സ്വാഭാവികമാണ്. ഒരു പെണ്ണിനെ ഒരു ചെറുക്കനെ ഇഷ്ടപ്പെടുക, അവർ തമ്മിൽ സ്നേഹമാകുക, അവൻ മാന്യമായിട്ട് പോയി ആ പെണ്ണിൻ്റെ വീട്ടിൽ പോയി ചോദിച്ചതാന്നേ. അപ്പോൾ അവർക്ക് താല്പര്യമില്ല, അവർക്ക് ഈ ബന്ധത്തിനോടോ താല്പര്യമില്ല. പിന്നെ സ്വാഭാവികമായിട്ട് നടക്കേണ്ട രീതിയിൽ അവർ നടന്നു. അവൻ വിളിച്ചപ്പോൾ അവൾ ഇറങ്ങി വന്നു. അതും 2 വീട്ടുകാർക്കും സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളാണോ? ഓക്കെ, അതൊക്കെ സമ്മതിച്ചിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് നീ ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ എന്തേ? ഇപ്പം മംഗളമായിട്ടെല്ലാം കാര്യങ്ങളൊക്കെ നടന്നില്ലേ? ഇപ്പോൾ ഞാൻ എന്താ പറയാനാ? നീ ഇങ്ങനെ ദുഃഖിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. നടക്കാനുള്ളതൊക്കെ നടന്ന്. അല്ലാതെ നീ ഇങ്ങനെ വിഷമിച്ച് നിന്നിട്ടോ ഒന്നും കാര്യമൊന്നുമില്ല. കാര്യമൊക്കെ ശരിയാ, പക്ഷേ അവൻ എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടാണ് ഇവരിതൊക്കെ ചെയ്തത്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞറിയാൻ എന്തെങ്കിലും ഒരു വഴി ഞാൻ പറഞ്ഞു കൊടുക്കത്തില്ലായിരുന്നു. ഇതൊന്നും ആലോചിക്കാതെ എടുത്ത് ചാടി പെട്ടെന്നൊരു തീരുമാനമായിപ്പോയി. എനിക്ക് അതും നീ സഹിക്കാൻ പറ്റാത്തത്. എല്ലാ ഇഷ്ടത്തിനങ്ങ് ചെയ്തവൻ എന്നോട് എന്തെങ്കിലും ഒന്നും ചോദിക്കുകയോ പറയുകയും ചെയ്യണ്ടേ? പിന്നെ നിന്നോട് ചോദിച്ചിട്ടല്ലേ നിൻ്റെ മകനെല്ലാം ചെയ്യുന്നത്. ഒരു പ്രായപരിധി കഴിഞ്ഞാൽ പിന്നെ മക്കളുടെ കാര്യത്തിലൊക്കെ ഇടപെടുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നിന്നോട് ചോദിച്ചിട്ടാണോ ആ പെണ്ണിനെ അവൻ പോയി സ്നേഹിച്ചത്? അല്ലല്ലോ. നീ ആവശ്യമില്ലാതൊക്കെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടാതെ. ഞാനേ നിൻ്റെ മരുമോളെ ഒന്ന് കാണട്ടെ. എന്തേ ആ പെണ്ണ്? അടുക്കളയിലും കണ്ട് കാണും. എൻ്റെ അടുത്ത് പറയുന്നത് അങ്ങോട്ട് വരണ്ട, അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാമെന്ന്. ഞാനൊന്നും മിണ്ടിയില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. ആഹാ, അടുക്കളയിലോ? പഠിച്ചോണ്ടിരുന്ന പെണ്ണല്ലേ, ഇപ്പോൾ ജോലിയൊക്കെ ചെയ്യാറായെന്ന് തോന്നും. അപ്പോൾ എനിക്ക് റെസ്റ്റ് എപ്പോഴും പറഞ്ഞാൽ എൻ്റെ മോൻ പെണ്ണ് കിട്ടിയിട്ട് വേണം എനിക്ക് റെസ്റ്റ് എടുക്കുക. അതെന്തായാലും ആ കാര്യത്തിൽ ഒക്കെ തീരുമാനമായി. ഞാനൊന്ന് നോക്കിയിട്ട് വരട്ടെ. ആ മോളെ, ഞാനൊരു അയൽക്കാരി കേട്ടോ. ഈ 2 വീടിന് അപ്പുറത്താണ് എൻ്റെ വീട്. മോളെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. കുറേ ദിവസം ഇങ്ങനെ നോക്കുക, പക്ഷെ ഇവിടെ ആളും പേരും തിരക്കും ഒക്കെ ആയതുകൊണ്ടാണ് വരാഞ്ഞത്. എന്നാലും എട്ടിച്ച് കളഞ്ഞു ഇവിടുത്തവൻ. പൂച്ചയെ പോലെ നടന്നവനാ. മര്യാദയ്ക്ക് പോലും വേണ്ട വർത്താനം പോലും പറയത്തില്ല അവൻ. കാണുമ്പോൾ ഒരു പുഞ്ചിരിച്ച് പോകുന്നവനാ. ഇത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതമാണ് വന്നത്. അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. നടക്കാനുള്ളതൊക്കെ നടന്നു. അല്ല മോളെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ ഉമ്മ, വാപ്പ, അനിയൻ. അവനിപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുക. അവരെയൊക്കെ കാണാതിരിക്കുന്നതിലൊക്കെ വിഷമമുണ്ടല്ലേ? സാരമില്ല, അവരൊക്കെ വരും മോളെ. പിന്നെ എനിക്ക് മോളടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അവളുമായിട്ടൊക്കെ എനിക്ക് നല്ല അടുപ്പമാണ്. ഞാനും വളർത്തിയത് അവനെയൊക്കെ. അതുകൊണ്ട് ചില ആൾക്കാരെ പോലെ ഒരു ദുഃഖം വന്നാൽ സന്തോഷിക്കുന്ന ആളൊന്നുമല്ല. അവരുടെ ദുഃഖത്തിനും സന്തോഷത്തിനും ഒപ്പം നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അതൊക്കെ കൊണ്ടൊരു അധികാരത്തോടെ തന്നെ ഞാൻ പറയാം. ഇപ്പോഴത്തെ കാലത്തിൽ ഇതൊന്നും വലിയ സംഭവമൊന്നുമല്ല. ഇപ്പോൾ ഓരോ നടക്കുന്ന കേട്ടാൽ പേടിയും ഒക്കെയാണ്. കല്യാണം കഴിച്ചിട്ട് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് പോട്ടെ, 1 വർഷം കഴിയുമ്പോഴത്തേക്കോ പിന്നെ കേൾക്കുന്നതൊക്കെ ഓരോന്നാണ്. അതെന്തായാലും മോൾക്ക് ഇവിടെ വരത്തില്ല. മോളായിട്ട് തിരഞ്ഞെടുത്തൊരു ജീവിതമാണ്. നിൻ്റെ വീട്ടുകാരെയും എല്ലാവരും ധിക്കരിച്ചെടുത്ത ജീവിതമാണ്. അപ്പോൾ അത് സുന്ദരമാക്കേണ്ട ചുമതല എനിക്കുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ജീവിക്കുക. നീ നിൻ്റെ വീട്ടുകാരെ ധിക്കരിച്ചെടുത്ത ജീവിതം നല്ലതായിരുന്നെന്ന് അവരും കൂടെ ബോധ്യപ്പെടുത്തണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജീവിക്കുക. പിന്നെ നിൻ്റെ അമ്മായിയമ്മ, ആൾ സാധുവാണ്. പിന്നെ അവൾക്ക് ഈ ചെറിയ പ്രശ്നം വന്നാൽ പോലും പിന്നെ അവൾ താങ്ങത്തില്ല. അപ്പോൾ പിന്നെ ഇത് വന്നാൽ പിന്നെ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അവളെ മോളൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പാവമൊക്കെ തന്നെ അവൾ. അവനും പാവമാണ്.
ജീവിതത്തെ നിങ്ങൾ നല്ലതുപോലെ ജീവിച്ച് വീട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുക. എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ടാണല്ലോ വീട്ടുകാർ സമ്മതിക്കാതിരുന്നത്. സാമ്പത്തികത്തിനോ അതിനൊന്നും വലിയ കാര്യമില്ല മോളെ. ജീവിക്കുന്നത് അതാണ് നമ്മൾ നോക്കേണ്ടത്. അവൻ്റെ ഇല്ലായ്മയും ഒക്കെ അറിഞ്ഞ് മോള് വേണം ജീവിക്കാനായിട്ടൊക്കെ. അതാണ് നിൻ്റെ വീട്ടുകാർക്ക് നീ കൊടുക്കേണ്ടത്. ഇപ്പോൾ പൊന്നും പണവും ഒക്കെ കെട്ടിക്കുന്ന മക്കൾ സന്തോഷമായിട്ട് ജീവിക്കണമെന്നില്ല. ഇതിപ്പോൾ നിങ്ങൾ ചെയ്തത് നല്ലതാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എന്തായാലും നല്ല രീതിയിൽ ജീവിക്കാം മോളെ, അത്ര എനിക്ക് പറയാനുള്ളൂ. കുറ്റവും കുറവുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ മനസ്സിലാക്കി വേണം ജീവിക്കാനായിട്ട്. ശരിയെന്നാ മോളെ, ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വരാം. പറഞ്ഞതെല്ലാം ഓർമ്മ വേണം. കണ്ടും കേട്ടും ഒക്കെ അനുസരിച്ച് ജീവിക്കാം. പോട്ടെ, മോളെ ജോലി നടക്കട്ടെ. ആ കണ്ടോ എൻ്റെ മരുമകളെ, എങ്ങനെയുണ്ട് അവള്? കണ്ടിട്ടത് പാവാന്ന് തോന്നുന്നടി. ഇനിയിപ്പോൾ നീ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ടോ അവരുടെ അടുത്ത് മിണ്ടാതിരുന്നിട്ടോ ഒന്നും ഒരു കഥയില്ല. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. നമ്മൾ ഈ മക്കളെയൊക്കെ വളർത്തുമ്പോൾ നമ്മൾ ഓരോ സ്വപ്നങ്ങൾ കണ്ടാണ് നമ്മുടെ മക്കളെ വളർത്തുന്നത്. പക്ഷെ നമ്മുടെ സ്വപ്നം പോലെ ആയിരിക്കത്തില്ല. അവർ വളർന്നു കഴിയുമ്പം അവരുടെ രീതിക്കായി. നമുക്കൊരു പരിധിയില്ലേ നമ്മുടെ മക്കളെ ശാസിക്കാനും വഴക്ക് പറയാനൊക്കെ. പിന്നെ നമുക്ക് അവരെ നല്ല വഴിക്ക് നടത്താമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം തെറ്റിലേക്കൊന്നും പോയില്ലല്ലോ. അവന് വലിയ ഇപ്പോഴത്തെ പിള്ളേർ കാണിക്കാൻ ഒന്നും ചെയ്തില്ല. അവനൊരു പെണ്ണിനെ സ്നേഹിച്ചു, മാന്യമായിട്ട് ചോദിച്ചു, കിട്ടിയില്ല. അവൻ വിളിച്ചപ്പോൾ പാപ്പയിട്ട് ഇറങ്ങി വന്നു. അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലടി പെണ്ണെ, ഓരോരുത്തരുടെ തലയെഴുത്താണ് അതൊക്കെ. ഇനിയിപ്പോൾ നീ അതിനകത്തൊന്നും വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. ഇനി അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ, അതല്ലേ നല്ലത്. ഇനി നീ ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് ഇനി ആ ചെറുക്കൻ്റെ മനസ്സ് വിഷമിച്ച് ആ പെണ്ണും അതൊക്കെ തന്നെ പാമ്പിടിച്ചൊരു പെണ്ണൊക്കെ തന്നെയാണ്. അവൻ്റെ എല്ലാം കണ്ടിട്ട് വന്നതല്ലേ, അപ്പോൾ അതനുസരിച്ച് ആ പെണ്ണങ്ങ് ജീവിച്ചോളും. അല്ലാതെ നീ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലേ. എൻ്റെ മരുമക്കളുടെ കാര്യം അറിയാമല്ലോ, അതെന്തുണ്ടായിട്ട് ആലോചിച്ച് കണ്ട് കല്യാണം നടത്തിയതാണ്. എന്നിട്ട് എന്താ കഥ? എനിക്കൊരു തുള്ളി വെള്ളം തരണമെങ്കിൽ ഞാൻ തന്നെ കനിയണം. അവരവരുടെ പാട്ടും പോയില്ലേ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ മക്കളെ ഒന്ന് നമ്മൾ മക്കൾക്ക് വേണ്ടി ജീവിച്ചു, അവരവർക്ക് വേണ്ടി ജീവിക്കട്ടെ. പറയുന്ന വല്ല മനസ്സിലാവുന്നുണ്ടോ എനിക്ക്? പിന്നെ നീ അടുക്കളയിലോട്ടൊന്ന് ചെല്ല്. ആ കൊച്ചിനൊന്നും ഒന്നും അറിയത്തില്ല. നിന്നെ പേടിച്ചാന്ന് തോന്നുന്നു അടുക്കള കയറി നിൽക്കുവാന്ന് തോന്നുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. ഞാൻ അവൻ പറഞ്ഞു കൊടുത്തതായിരിക്കും. അതൊക്കെ നീ വേണം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി എല്ലാം കൊടുക്കുക. പാവം, ഞാൻ ചെന്നപ്പോൾ അടുക്കളയിലേക്ക് എന്ത് ചെയ്യണം ഒന്നും അറിയാത്ത രീതിയിൽ നിൽക്കുന്നത്. ഞാൻ പിന്നെ ചോദിക്കാനൊന്നും പോയില്ല. എപ്പോഴും എനിക്ക് മനസ്സിലായി അടുക്കളയിൽ നിന്ന് കയറിയൊന്നും പരിചയമൊന്നും കാണത്തില്ല. നീ കൂടെ ചെല്ല്. എന്നിട്ട് അമ്മായിമ്മ മരുമോളൊക്കെ സന്തോഷമായിട്ട് നീ ആ കൊച്ചിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് ഒക്കെ അങ്ങ് പാവടി. നീ ആവശ്യമില്ലാതെ ചിന്തിച്ചിരിക്കാതെ ഇനി ഞാൻ അവിടെ വരുമ്പോൾ നിങ്ങൾ രണ്ടും ഒരു സന്തോഷമായിട്ട് ഇരിക്കുന്നത് കണ്ടാൽ മതി. കേട്ടല്ലോ, ഞാൻ പോവുക. നീ എനിക്ക് വല്ല വെച്ചുണ്ടാക്കി തിന്നാലല്ലേ എനിക്ക് ഉച്ചയ്ക്ക് വല്ലതും കഴിക്കാൻ പറ്റത്തുള്ളൂ. പോട്ടെ എന്നാ, ചെല്ല് നീ അങ്ങോട്ട്.